ജീപ്പിന് ബ്രേക്ക് കിട്ടി. ജീപ്പ് വന്നിട്ട് ക്യാമറയുടെ മുകളിൽ കൂടെ കയറിപ്പോയി. അതൊക്കെ വന്ന് നമ്മുടെ തലയിലൊക്കെ മുട്ടിപ്പോയിരുന്ന അപ്പോഴേ നമ്മൾ ഇല്ലാതായിപ്പോയി. ചലച്ചിത്ര ജീവിതത്തിന്റെ അധിക വർഷങ്ങളും മുംബൈയിലായിരുന്നു. ധാരാളം ഹിന്ദി സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ കൊച്ചിയിലേക്ക് വരികയാണ്. മുംബൈ വിടാൻ എന്തായിരുന്നു കാരണം? മുംബൈ അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. മുംബൈയിൽ ഇപ്പം നേരത്തെ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം മുംബൈയിൽ വർക്കുണ്ടെങ്കിലും വർക്കില്ലെങ്കിലും അവിടെ താമസിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇവിടെയാണ് താമസമെങ്കിലും കുറേ സൗകര്യങ്ങളുണ്ട്. കാരണം പേരൻസിന് പ്രായമായിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ അവിചാരിതമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ മുട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് ഇവിടെ പോയി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്ന അത്രയും സമയത്തിനുള്ളിൽ ഇത് കാര്യങ്ങൾ സാധിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കരുത്. ഇവർക്ക് പ്രായത്തിൻ്റെ ഇത് പ്രശ്നങ്ങളായതുകൊണ്ട് എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും ഇവിടെയാണെങ്കിൽ. അതൊരു മെയിൻ റീസണാണ്. പിന്നെ നമ്മുടെ സിനിമയായിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുന്ന് ഇപ്പോൾ എന്നെ പലപ്പോഴും ഒത്തിരി സിനിമകൾക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ എക്സ്പെൻസസ് ആണ് നമ്മൾ ഫ്ലൈറ്റ് ചാർജസ്, പിന്നെ ഹോട്ടല്, അങ്ങനെയുള്ള. ഇപ്പം നമ്മളിവിടെ താമസമാണെങ്കിൽ ഇതൊന്നുമില്ല, വളരെ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയി. അപ്പൊ ഇവിടുന്ന് ഒരുപാട് പല സംവിധായകരും ഇതിനൊക്കെ വിളിച്ചാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒത്തിരി നല്ല നല്ല സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച റസീഡ്, MT ഹരിഹരൻ സാറിന്റെ പഴശ്ശിരാജ മമ്മൂക്കായുടെ, പിന്നെ റോഷൻ ആൻഡ്രൂസിന്റെ സിനിമകൾ, ജിത്തു ജോസഫ്, തന്നെ ഹിന്ദി സിനിമകൾ, ഒരു തമിഴ് സിനിമ, ഇതിനൊക്കെ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പല എൻഗേജ്മെന്റിലായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. വിവിധ ഭാഷകളിലായി ധാരാളം സിനിമകൾ വർക്ക് ചെയ്തു, ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ചു, ഒരുപാട് മഹത് വ്യക്തികളുമായി പരിചയപ്പെട്ടു. ഈ യാത്രക്കിടയിൽ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? ഷൂട്ടിങ്ങിനിടയിൽ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഒരിക്കൽ ഞാൻ ഒരു പരസ്യം ഷൂട്ട് ചെയ്യുമായിരുന്നു. ബോംബെക്ക് അടുത്ത് വായി എന്ന് പറഞ്ഞൊരു ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം ആ പരസ്യത്തിൽ അതിൻ്റെ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ തറയിൽ വെച്ചിരിക്കുകയാണ്, ഗ്രൗണ്ട് റോഡാണ്. ഒരു വില്ലേജ് ജീപ്പ്, പഴയ ജീപ്പുണ്ടല്ലോ വില്ലേജ് ജീപ്പ്, അത് വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കും. കുറേ ഗുണ്ടകൾ വരുന്നു, അങ്ങനെയൊക്കെയാണ്. ക്യാമറയുടെ മുന്നിൽ വേറെ ആളുടെ കാലാണ് ഫോർഗ്രൗണ്ട്, അതിനപ്പുറത്ത് വന്ന് ജീപ്പ് വന്ന് നിൽക്കുന്നു. അപ്പം ഈ ഷോട്ട് ഒരു 8-10 ടേക്ക് എടുത്തു ഡയറക്ടർ. എന്നിട്ട് പല പ്രശ്നങ്ങൾ കാരണം പുള്ളി പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തറയിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നതുകൊണ്ടും ഞാൻ എൻ്റെ അസോസിയേറ്റിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഈ ഷോട്ട് ഞാൻ ക്യാമറ മോണിറ്ററിൽ നോക്കിക്കോളാം, നീ ഷോട്ട് എടുത്തോളാൻ പറഞ്ഞു, ക്യാമറയോട് ഇരുന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി മോണിറ്ററിലേക്ക് പോയി ഒരു കാപ്പി ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് ഇങ്ങനെ ഷോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ ഈ ജീപ്പിന് ബ്രേക്ക് കിട്ടിയില്ല. ജീപ്പ് വന്നിട്ട് ക്യാമറയുടെ മുകളിൽ കൂടെ ഇടിച്ച് കയറി അങ്ങ് പോവുകയാണ്. കുറേ പേർക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പം നമ്മുടെ ഫോക്കസ് പിള്ളേർ, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇരുത്തിയ അസോസിയേറ്റ്, അവൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ കയറിയാണ് ജീപ്പ് പോയത്. അപ്പം അവൻ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു. പിന്നെ ഓരോ ക്യാമറയിലും ഓരോരുത്തർ ഇരിക്കുന്ന ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല അവനിരിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഈ ജീപ്പിൻ്റെ മുന്നിൽ വില്ലീസിൻ്റെയൊക്കെ അറിയാമല്ലോ, അതിൻ്റെ ബമ്പർ വലിയ പഴയ ഇരുമ്പിൻ്റെ വലിയ 1-2 അടി നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ബമ്പറാണ്. അതൊക്കെ വന്ന് നമ്മുടെ തലയിലൊക്കെ മുട്ടിപ്പോയിരുന്ന അപ്പോഴേ നമ്മൾ ഇല്ലാതായിപ്പോയി. ഈ പറഞ്ഞ പോലെ നമ്മളിരിക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീപ്പ് വന്ന് കയറുമ്പോഴേ ആ ഒരു പൊസിഷനിൽ ക്യാമറയുടെ മുകളിൽ കൂടെ കയറിപ്പോയി. അതിൻ്റെ മേലെ കൂടെ കയറി ലെൻസിനൊക്കെ ഇത് വന്നു പ്രശ്നങ്ങൾ. ഷോട്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ മതി. ഷോട്ടിൽ ക്യാമറയുടെ മുന്നിൽ ആൾ നിൽപ്പുണ്ട്. ഇങ്ങനെ ആളുടെ മുന്നിലായി വണ്ടി വന്ന് നിൽക്കേണ്ടത്. ക്യാമറയുടെയും ജീപ്പിൻ്റെ ഇടയ്ക്ക് ആളുടെ കാലുണ്ട് ഫ്രെയിമിൽ, ഫോർഗ്രൗണ്ടിൽ നിന്നില്ല. 8-10 ഷോട്ടിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആൾക്കാരായി. എൻ്റെ അസോസിയേറ്റ് പോലും പറയും ഇതെന്തൊരു അത്ഭുതമായി സാറ്. ആ സമയത്ത് തന്നെ എനിക്ക് എഴുതിയിട്ട് പോയി
പോകാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ച ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വളരെ എപ്പോഴും നമ്മൾ മറക്കാനാവാത്ത സംഭവങ്ങളെന്ന് പറയുന്ന ഒരു രീതിയിലുള്ള സംഭവമായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മികച്ച സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. അവിടെ നിന്നാണ് നേരെ മുംബൈയിലേക്ക് വരുന്നത്. അന്ന് പൂനെയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അവരൊക്കെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അതെ അതെ, പൂനെയിൽ അന്ന് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന ഇതിൽ ഏറ്റവും പ്രമുഖരായി എല്ലാവർക്കും അറിയാവുന്ന ചില പേരുകളുണ്ട്. അത് പറയാം ആദ്യം. അത് ഒന്ന് നമ്മുടെ റസൂൽ പൂക്കുട്ടിയാണ്. റസൂലും ഞാനും ഒരു ബാച്ചായിരുന്നു. റസൂൽ സൗണ്ടും ക്യാമറയും. പിന്നെ സുദീപ് ചാറ്റർജി എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ബൻസാലിൻ്റെ സിനിമകൾ DOP ആയിട്ട് ചെയ്യുന്ന സുദീപ്. പിന്നെ ഞങ്ങളുടെ വേറൊരു സുഹൃത്തായിരുന്നു ചിരന്തൻ ദാസ് എന്ന് പറഞ്ഞിട്ട്, ചിരു എന്ന് ഞങ്ങൾ വിളിക്കും. പുള്ളിയും വളരെ വലിയ സിനിമകൾ മുംബൈയിൽ ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വിനോദ് സുകുമാരൻ, എഡിറ്റർ, ശ്യാമപ്രസാദിൻ്റെ സിനിമകളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരള ഫിലിം സ്കൂളിലെ അധ്യാപനം കൂടെയാണ്. അരുൺ വർമ്മയും ഒത്തിരി സിനിമകൾ ഇൻഡിപെൻഡൻറ്റ് സിനിമ DOP ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയായിരുന്നു നമ്മുടെ അടുത്ത ആ ബാച്ചിലുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമുള്ള ആൾക്കാരുണ്ട്. സിനിമ സംവിധാനം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? സിനിമ സംവിധാനം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അതിനുള്ള ചില ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഉടനെ പ്രതീക്ഷിക്കാം. എൻ്റെ ജീവിതത്തിൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. എല്ലാം ഇങ്ങനെ സംഭവിക്കായിരുന്നു. അതുപോലെ ഇന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരുന്നു അവിടുത്തെ? ഇവിടെ സാധാരണ ക്യാമ്പസ് ലൈഫ് സാധാരണ ക്യാമ്പസ് ലൈഫ് ആ ലൈഫായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു ജീവിതം. അത് നമ്മുടെ എന്താ പറയുക, അവിടെ FTA പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു 3 വർഷമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സമയമായിട്ടാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വളരെ ഒരു വ്യത്യസ്തമായ ജീവിതം തന്നെയായിരുന്നു. അതിനുശേഷം അതിന് മുമ്പും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ജീവിതം. പക്ഷെ പൂനെയിൽ നിന്ന് പഠിച്ചവരൊക്കെ നേരെ മുംബൈയിൽ വന്നിട്ട് ഹിന്ദി സിനിമയിലാണ് എല്ലാവരും കയറിയിട്ടുള്ളത്. വേറെ അതെ, അത് മുംബൈയിലേക്ക് ആൾക്കാർ കൂടുതലും FTA പോകാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അത് മുംബൈയായിട്ട് വളരെ അടുപ്പമാണല്ലോ പൂനെ. അതുകൊണ്ട് 2-3 മണിക്കൂർ യാത്ര. പിന്നെ കൂടുതലും ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരാണ് സ്റ്റുഡൻസ്. ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇതിലേക്ക് പോകുന്നത്. എന്നാലും എനിക്ക് പേഴ്സണലി കൂടുതലും ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരണമെന്നായിരുന്നു അന്ന് തൊട്ടേ താല്പര്യം. പക്ഷെ ആ താല്പര്യം നടക്കുന്നത് ഇപ്പോഴാണ്. അന്ന് എനിക്ക് കേരളത്തിലേക്ക് വരാനായിരുന്നു എങ്കിലും പക്ഷെ അന്നത്തെ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. വളരെ അത്ഭുതകരമായ രീതിയിൽ ഞാനവിടെ ഹിന്ദിയിൽ തങ്ങിപ്പോയതാണ്. അന്ന് തൊട്ടേ എനിക്ക് മലയാളത്തിൽ വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചു, ശിവേന്ദ്ര സിംഗ്. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയാണ്. അപ്പം എന്നെ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പുള്ളിക്ക് നിർബന്ധം. ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, നീ ഇപ്പം എന്നെ കൊണ്ട് ചെയ്യിക്കാതെ വേറെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും DOPs, അന്നത്തെ സീനിയർ DOPs ആയിട്ടുള്ള അശോക് മേത്ത, വിനോദ് പ്രധാൻ, അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരാമെന്നായിരുന്നു അന്നത്തെ പ്ലാൻ. പക്ഷേ അവൻ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലല്ല നീ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച കാരണമാണ് ഞാൻ അവിടെ പോയി അത് ചെയ്യാനും അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണം. പക്ഷെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സിനിമ കംപ്ലീറ്റ് ആയില്ല, അത് ഇടയ്ക്ക് നിന്നുപോയി. പക്ഷെ ആ വർക്കൊക്കെ ഒത്തിരി ആൾക്കാർ കാണുകയും അങ്ങനെയാണ് എനിക്ക് പിന്നെ കുച്ചു ചോത്തയിലേക്ക് കരൺ ജോഹർ വിളിക്കുന്നതും അത് കണ്ടിട്ടാണ്. അപ്പം അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു നിഖിൽ അഡ്വാനി. ഈ എഡിറ്റിംഗ് റൂമിൽ വെച്ച് ഞാൻ ഈ ആദ്യം ചെയ്ത സിനിമയുടെ കുറേ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അങ്ങനെ നിഖിൽ ഈ കരണിനോട് ഇത് പറയുന്നു. കരൺ വന്നിട്ട് ഈ റഷസ് വന്ന് കണ്ടു. റഷസ് കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ കരൺ ജോഹറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫസ്റ്റ് ടൈം ഡയറക്ടർ, ഞാനൊരു ഫസ്റ്റ് ടൈം പോലുള്ള DOP, ശരിക്കും why don't you take somebody more senior experience, that will be more helpful. അപ്പം കരൺ ജോഹർ അതിന് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളി ഒത്തിരി സീനിയർ ആയിട്ടുള്ളവരാകുമ്പോൾ ആൾക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഐ വിൽ ബി ഓൾവേസ് ഇൻ ഓ ഓഫ് ഹിം എന്നുള്ളൊരു രീതിയിലാണ്. നമുക്കൊരു ഭയങ്കര ഒത്തിരി ബഹുമാനത്തോടുകൂടി, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സെയിം പ്രായത്തിലുള്ളവരെ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് പോയത്. അത് താല്പര്യം കൊണ്ടൊന്നും അല്ലായിരുന്നു, അതൊരു സംഭവിച്ച ഒരു കാര്യമാണ്. 1998 സുബിമലയിൽ സംവിധാനം ചെയ്ത പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലായിരുന്നു തുടക്കം. അതെ, ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രണയവർണ്ണങ്ങൾ മുമ്പ് ഞാൻ വേണു സാറിനെ അസിസ്റ്റ് ചെയ്യായിരുന്നു ഇവിടെ ബോംബെയിൽ നിന്ന് വന്നതിന് ശേഷം കേരളത്തിൽ അസിസ്റ്റ് ചെയ്തപ്പം വേണു സാറിനെയാണ് അസിസ്റ്റ് ചെയ്തത്. വേണു സാറിൻ്റെ കൂടെ 3 സിനിമകൾ അസിസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് സുഹൃതം, അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് വന്നതിന് ശേഷം MD സാറിൻ്റെ സുഹൃതം.
അതിനുവേണ്ടി സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ തച്ചോളി വർഗീസ് സേവർ എന്ന സിനിമ, രാജീവ് കുമാർ മോഹൻലാൽ സാർ, അത് പിന്നീട് സിന്ദൂരരേഖ, സുരേഷ് ഗോപി, സിബി മലയിൽ സാർ, ശോഭന. അപ്പോൾ ആ സമയത്ത് സിബി മലയിൽ സാറിൻ്റെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് അത് ആരോട് പോയി സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. സിബി സാർ അങ്ങനെയാണല്ലോ. സിബി സാറിനെ സംബന്ധിച്ചോളം പ്രണയവണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിനിമയായിരുന്നല്ലോ. സിബി സാറിൻ്റെ ബാക്കി സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുതിയ അങ്ങനെ ഒരാളെ ട്രൈ ചെയ്ത് നോക്കാൻ കരുതി സാർ വിളിച്ചായിരിക്കാം. അതേ സമയത്ത് തന്നെയാണ് ഹിന്ദി പോകുന്നത്. അതെ, അതിൻ്റെ സാഹചര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ പ്രകടനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഹിന്ദിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ, ഈ കരം ജോഹർ വിരോധം കാണുകയും ഈ സെപ്റ്റംബർ മാസം ഇത് ഷൂട്ട് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദിയിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സമയത്തൊന്നും തുടങ്ങാറൊന്നുമില്ല കാര്യങ്ങൾ. ഇപ്പോൾ തുടങ്ങിയാൽ തുടങ്ങി, ഇല്ലെങ്കിൽ ഇല്ല. ചിലപ്പോൾ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ആവും. അങ്ങനെ ഒരു ഉറപ്പൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. അങ്ങനെ ഞങ്ങളൊരു സൈനിങ് ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, കോൺട്രാക്റ്റൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങിയപ്പോഴേ സിബി സാറിനോട് പറഞ്ഞു, ഇങ്ങനെയൊരു ഇതുണ്ട് സാറേ, അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവർ, തുടങ്ങുമില്ലയോ ഒന്നും എനിക്കറിയില്ല. അപ്പം അത് വന്നു കഴിഞ്ഞാൽ സാറൊന്ന് നോക്കണം എന്ന് പറയാനുണ്ടായിരുന്നു. സാറ് വളരെ ഈസി കൂളായിട്ടാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തത്. നമ്മൾ പറഞ്ഞു അത് ഓക്കെ, അത് വരട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇത് തുടങ്ങിയപ്പം ഏതോ സമയത്തിൻ്റെ ഇതുകൊണ്ട് അത് അവിടെ ആ സമയത്തിന് തന്നെ അവർ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ സിബി സാറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇപ്പോൾ അവരവിടെ തുടങ്ങുന്നുണ്ട്. എനിക്ക് അവിടെ വലിയ ടെൻഷനായിപ്പോയി. കാരണം ഒരേ സമയത്ത് അത് ആദ്യത്തെ പടമല്ലേ ഇത്. ആദ്യത്തെ പടത്തിനകത്ത് നമ്മൾ പകുതിയാകുമ്പോൾ നിർത്തിയിട്ട് പോവുക, അല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. പക്ഷേ സിബി സാർ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് നന്നായി അത് ഹാൻഡിൽ ചെയ്തു. യാതൊരു ടെൻഷനും പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. സന്തോഷം ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും വിളിച്ചോ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷേ പുറത്തുനിന്ന് വേറെ ആരും വിളിക്കാതെ എൻ്റെ കൂടെ അന്ന് എൻ്റെ ഒരു വർഷം ജൂനിയറായിട്ട് FT ചെയ്യുന്നുണ്ടായിരുന്ന പ്രകാശ് കുട്ടി എന്ന് പറഞ്ഞൊരു ഒരു DOP ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ഒരു വർഷം ജൂനിയറായിട്ട് FT ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സാറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രകാശ് ചെയ്താൽ ഓക്കെ ആവുമോ എന്ന് ഞാൻ ചോദിച്ചു സിബി സാറിനോട്. സിബി സാർ അതിനും ഓക്കെ ആണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കൊള്ളാം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമയിലൂടെ ഞാൻ അത് ഇടയ്ക്ക് പിന്നീട് സിബി സാറിനെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിലൂടെ 2 ക്യാമറമാൻമാർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു പ്രണയവണ്ണ കഥ. അതായത് ഞാനും അതിനുശേഷം പ്രകാശ് കുട്ടി കുറേ സിനിമകളുടെ ഇവിടെ മലയാളത്തിലും മുമ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാൽ സാറൊക്കെ ഒന്നും ചെയ്യുന്നില്ലെന്ന് നമുക്ക് തോന്നും, പുറമേ നിന്ന് നോക്കുന്ന തോന്നുന്നു. പക്ഷേ ചെറിയൊരു കണ്ണിൻ്റെ ഒരു ചെറിയൊരു വെട്ടലോ താഴോട്ടുള്ളൊരു നോട്ടോ, ഇങ്ങനെ മേളിലോട്ടൊക്കെ ചിലപ്പോൾ ഒരു നോട്ടം, അങ്ങനെ ചെറിയൊരു ഇത് എന്താ പറയുക, കൃഷ്ണമണിയുടെ ഒരു മേളിലൊരു നോട്ടം കാണുന്നു. പക്ഷെ അത് സിനിമയിൽ എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്.